അത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങളിപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ ചെയ്യുക. എടുക്കാം. ഡാം ഓപ്പൺ അല്ല, ഡാം പൂട്ടിയേക്കാണ്, അതാണ് വെള്ളമില്ലാത്തത്. വെള്ളം വെള്ളം ഡ്രൈ ആയിട്ട് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. കണ്ടോ, പൈപ്പ് തുറന്നിട്ട വെള്ളം മാത്രം ഇവിടെ ഉണ്ട്. ഡാമിന്റെ ടോപ്പിലേക്കാണ് നമ്മൾ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കളർന്നിരുന്ന് വെള്ളം കുടിക്കുന്ന കുഞ്ഞിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് കേറണ്ടാന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മുക്കുറ്റി എന്താണെന്ന് നമുക്ക് ഇതിന്റെ അകത്തുള്ളൊരു വാച്ച് ടവർ ആണ് നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലെ വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഡാമിന്റെ റിസർവ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മാത്രം വെസ്റ്റേൺ ഘട്ട്സിന്റെ പാർട്ട് കാണാൻ സാധിക്കും. കണ്ട ദൂരെ കാണുന്നതൊക്കെ വെസ്റ്റേൺ ഘട്ട്സിന്റെ പാർട്ടാണ്. വനനിരകളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാഴ്ചയാണ്. ഇവിടെ വരണമെങ്കിൽ തീർച്ചയായും എപ്പോൾ വരണം? അധികം രാവിലെ വരണം. ഇതാണ് നമ്മുടെ നെയ്യാർ ഡാമിലുള്ള ബോട്ട് ജെട്ടി. ഈ വാച്ച് ടവറിൻ്റെ മേളിൽ കയറിയുള്ള വ്യൂ എല്ലാം കണ്ട് ഇനി ഡാമിൻ്റെ മേളിലൂടെയുള്ള വഴി കൂടെ നമ്മൾ ഇതിൻ്റെ അപ്പുറ ഭാഗത്തേക്ക് പോകും. അല്ലേ മിയ? അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്? കുഞ്ഞ് വരുന്നുണ്ടോ ഡാമിൻ്റെ അപ്പുറം പോകാൻ? അപ്പുറത്ത് പോകാൻ വരുന്നുണ്ടോ? വാ പോവാം. ഓടിയുടെ രീതിയിൽ ഭംഗിയല്ലേ കാണാൻ? മഞ്ഞല്ലത് ക്ലൗഡാണ്. നല്ല ചൂട്.
അപ്പൊ നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വെള്ളം ഇടുന്നു. ഈ വൈബ് ചത്തൊന്നുമല്ല, ലൈവ് ഇപ്പോഴാണ് കാണുന്നത്. കേറിയപ്പോഴേ നമ്മൾ അതാണ് സെറ്റ്. ഇവിടെ വരണം ഞാൻ ഇതുപോലെ തന്നെ ഫോണാണെങ്കിൽ സാറ് എന്ത് ഓണാ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐലൻഡ്സ് ക്രോണിക്കിൾസ്. അങ്ങനെ നമ്മൾ പ്ലാനിംഗ് കാര്യത്തിലെ പാർട്ടിയാണ് ഗൈസ്. നമുക്ക് നടന്നാലോ. ഞാൻ ഈ ഇതാണ് ഗൈസ് സ്പൈനോസോറസ് റെക്സ്. പണ്ടത്തെ വെള്ളത്തിനടിയിലും ഡ്രൈ ഏരിയസിലും ജീവിക്കുന്ന ഒരു ഡൈനോസറാണ്. ഇത് വേറെ ഒരു വർക്കുണ്ട്. അതിന്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന 5500 PSI ആണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്. ഇതെന്തുവാടാ ഇത് എന്തുവാ മനസ്സിലെ ഇത് ഐസ് ഏജിലാണ്. ജിറാഫ് പോലെ അല്ലേ മണ്ണിങ്ങനെ കയറി. മതി വിടെ. അക്രമിയായ അക്രമിയായ നീ എന്താ പാർട്ടി ഇങ്ങനെ പഞ്ഞി കയറി. അവരൊക്കെ ഐസ്ക്രീം മനസ്സിലാക്കി. ഞാൻ